എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ സീരീസ് സർക്യൂട്ടിലെ ഓപ്പൺ സർക്യൂട്ട്, ഷോർട്ട് സർക്യൂട്ട് എന്നിവയുടെ വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും സ്വഭാവം ചർച്ച ചെയ്യാം. ലക്ഷ്യം, ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും: ഓപ്പൺ, ക്ലോസ്, ഷോർട്ട് സർക്യൂട്ട് എന്നിവ മനസ്സിലാക്കുക. ഓപ്പൺ സീരീസ് സർക്യൂട്ടിലെ വോൾട്ടേജും കറണ്ടും അളക്കുക. ഒരു സീരീസ് ഷോർട്ട് സർക്യൂട്ടിലെ വോൾട്ടേജും കറണ്ടും അളക്കുക. ആദ്യം നമുക്ക് ഓപ്പൺ സർക്യൂട്ട്, ക്ലോസ്ഡ് സർക്യൂട്ട്, ഷോർട്ട് സർക്യൂട്ട് എന്നിവ ചർച്ച ചെയ്യാം. എന്താണ് ഒരു ഓപ്പൺ സർക്യൂട്ട്? ഓപ്പൺ സർക്യൂട്ട് എന്നത് തുറന്നിരിക്കുന്ന ഒരു സർക്യൂട്ടാണ്. അതായത് വോൾട്ടേജ് ഉറവിടവുമായി ഒരു ലോഡും ബന്ധിപ്പിച്ചിട്ടില്ല. വോൾട്ടേജ് സ്രോതസ് തുറന്നിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, വൈദ്യുതി വിതരണത്തിനും ലോഡിനുമിടയിൽ അടച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ബന്ധിപ്പിക്കാത്ത ഏതെങ്കിലും ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ ഓപ്പൺ സർക്യൂട്ട് എന്ന് വിളിക്കുന്നു. സ്വിച്ച് എസ് ഉള്ള ഒരു ഓപ്പൺ സർക്യൂട്ടിൽ യഥാക്രമം സീരീസിലും സമാന്തരമായും ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു അമ്മീറ്ററും വോൾട്ട്മീറ്ററും നിങ്ങളിവിടെ കാണുന്നു. നിങ്ങൾ എസ് സ്വിച്ച് അടയ്ക്കുമ്പോൾ വോൾട്ട്മീറ്റർ മാത്രം വൈദ്യുതി വിതരണത്തിന് തുല്യമായ ഒരു റീഡിംഗ് കാണിക്കുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ വൈദ്യുത പ്രവാഹം ഇല്ലാത്തതിനാൽ അമ്മീറ്റർ 0 തന്നെ തുടരുന്നു. ഒരു സർക്കിളിലോ അടച്ച സർക്യൂട്ടിലോ മാത്രമേ കറണ്ട് ഒഴുകാൻ കഴിയൂ എന്ന് ഇത് കാണിക്കുന്നു. അതൊരിക്കലും ഒരു ഓപ്പൺ സർക്യൂട്ടിൽ ഒഴുകുകയില്ല. കറണ്ട് ഒഴുകാത്തതിനാൽ ഓപ്പൺ സർക്യൂട്ടിലെ പ്രതിരോധം അനന്തമാണ്. അടുത്തതായി എന്താണെന്ന് നോക്കാം. ഒരു ക്ലോസ്ഡ് സർക്യൂട്ടാണോ? വൈദ്യുതി വിതരണം അല്ലെങ്കിൽ വോൾട്ടേജ് ഉറവിടം ലോഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു സർക്യൂട്ടാണ് അടച്ച സർക്യൂട്ട്. ഇവിടെ വോൾട്ടേജ് സ്രോതസ്സിനും സ്വിച്ച് എസ് ഉള്ള ലോഡിനുമിടയിൽ അമ്മീറ്ററും വോൾട്ട്മീറ്ററും യഥാക്രമം ശ്രേണിയിലും സമാന്തരമായും ബന്ധിപ്പിച്ചിരിക്കുന്നു. സ്വിച്ച് എസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്മീറ്ററിലും വോൾട്ട്മീറ്ററിലും കുറച്ച് റീഡിംഗുകൾ എടുക്കാം. ഒരു അടച്ച സർക്യൂട്ടിൽ നിലവിലെ ഒഴുക്ക് എല്ലായ്പ്പോഴും നിലവിലുണ്ട്. അത് ലോഡിനെ ആശ്രയിച്ചിരിക്കുന്നു. സർക്യൂട്ടിലെ ലോഡ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷേ വോൾട്ടേജ് ഉറവിടത്തിന് ഏകദേശം തുല്യമായി തുടരും. ഇനി നമുക്ക് നോക്കാം, ഷോർട്ട് സർക്യൂട്ട് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്. ഒരു പവർ സപ്ലൈയുടെ അല്ലെങ്കിൽ വോൾട്ടേജ് ഉറവിടത്തിന്റെ 2 ടെർമിനലുകളെ ഒരു വയർ അല്ലെങ്കിൽ കണ്ടക്ടറുമായി ബന്ധിപ്പിച്ച് രൂപം കൊള്ളുന്ന സർക്യൂട്ടാണ് ഷോർട്ട് സർക്യൂട്ട്. ഇവിടെ സ്വിച്ച് എസ് ഉള്ള ഒരു സർക്യൂട്ടിൽ ഒരു അമ്മീറ്ററും വോൾട്ട്മീറ്ററും ബന്ധിപ്പിച്ചിരിക്കുന്നു. സ്വിച്ച് എസ് അടച്ചു കഴിഞ്ഞാൽ വോൾട്ടേജ് ഉറവിടത്തിൽ നിന്ന് ലോഡിലേക്ക് കറണ്ട് ഒഴുകാൻ തുടങ്ങുന്നു. ഇപ്പോൾ പോസിറ്റീവ്, നെഗറ്റീവ് അല്ലെങ്കിൽ ഫേസ്, ന്യൂട്രൽ എന്നിങ്ങനെ ഒരു വോൾട്ടേജ് ഉറവിടത്തിന്റെ 2 ടെർമിനലുകൾ തമ്മിൽ ഒരു വയർ ഉപയോഗിച്ച് കണക്ഷൻ ഉണ്ടാക്കുക. പെട്ടെന്ന് ഒരു സർക്യൂട്ടിലെ ഉയർന്ന കറണ്ട് ഫ്ലോ കാരണം അമ്മീറ്റർ റീഡിംഗ് പരമാവധി മൂല്യത്തിലേക്ക് പൂർണ്ണ വ്യതിചലനം കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ലോഡ് റെസിസ്റ്റൻസിൽ നിന്ന് കറണ്ട് ബൈപ്പാസ് ചെയ്യുന്നതാണ് ഇതിന് കാരണം. അതിനാൽ വളരെ കുറഞ്ഞതോ 0 ആയ പ്രതിരോധം കാരണം കറണ്ട് അതിന്റെ പരമാവധി ഉയരും. ഇത് മുഴുവൻ സർക്യൂട്ടിനും മനുഷ്യർക്കും അപകടമുണ്ടാക്കും. മുൻകരുതൽ: ഇത് നിർദ്ദേശിച്ചിട്ടില്ല. ഒരു വൈദ്യുത സർക്യൂട്ടിലും ഈ അവസ്ഥ ഉണ്ടാകരുത്. ഇൻപുട്ട് ഭാഗത്ത് എല്ലായ്പ്പോഴും MCBകൾ പോലുള്ള സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കുക. ലളിതമായി, ഒരു ഷോർട്ട് സർക്യൂട്ടിൽ ഉയർന്ന അല്ലെങ്കിൽ അനന്തമായ കറണ്ട് ഫ്ലോ കാരണം പ്രതിരോധം 0 ആണ്. സീരീസ് കണക്റ്റഡ്, ഓപ്പൺ, ക്ലോസ്ഡ് സർക്യൂട്ടിലെ വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും സ്വഭാവം നമുക്ക് ചർച്ച ചെയ്യാം. 3 ഓം മൂല്യമുള്ള R1, R2, R3 എന്നീ 3 റെസിസ്റ്ററുകൾ സ്വിച്ച് എസ് ഉപയോഗിച്ച് 12 വോൾട്ട് വോൾട്ടേജുള്ള ഒരു വോൾട്ടേജ് ഉറവിടവുമായി ശ്രേണിയിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് കരുതുക. എസ് സ്വിച്ചിന് ശേഷം സർക്യൂട്ടിൽ സീരീസിൽ 0 മുതൽ 5 ആംപ്സ് വരെയുള്ള ഒരു അമ്മീറ്റർ ബന്ധിപ്പിക്കുക. സർക്യൂട്ടിന് സമാന്തരമായി 0 മുതൽ 20 വോൾട്ട് വരെയുള്ള ഒരു വോൾട്ട്മീറ്റർ ബന്ധിപ്പിക്കുക. റെസിസ്റ്റർ Rന് ശേഷം സർക്യൂട്ട് തുറന്നിടട്ടെ. സ്വിച്ച് എസ് അടയ്ക്കുക. ഇൻപുട്ട് വോൾട്ടേജിന് തുല്യമായ 12 വോൾട്ട് സൂചിപ്പിക്കുന്ന വോൾട്ട്മീറ്ററിൽ മാത്രമേ നിങ്ങൾക്ക് മീറ്റർ വ്യതിചലനം കാണാൻ കഴിയൂ. എന്നാൽ ഓപ്പൺ സർക്യൂട്ടുകളിൽ കറണ്ട് ഫ്ലോ നിലവിലില്ലാത്തതിനാൽ അമ്മീറ്റർ റീഡിംഗിൽ വ്യതിചലനമില്ല. എസ് സ്വിച്ച് തുറക്കുക. ഇപ്പോൾ റെസിസ്റ്റർ R2 ബന്ധിപ്പിച്ച് സർക്യൂട്ട് അടയ്ക്കുക. വോൾട്ടേജ് ഉറവിടത്തിന്റെ നെഗറ്റീവ് ടെർമിനലുകളും സ്വിച്ച് എസ് അടയ്ക്കുക. വോൾട്ട്മീറ്ററും അമ്മീറ്ററും യഥാക്രമം 12 വോൾട്ടുകളുടെയും 1.3 ആംപിയറുകളുടെയും റീഡിംഗുകൾ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ I=V/R ഫോർമുലയിൽ വോൾട്ടേജും റെസിസ്റ്റൻസ് മൂല്യങ്ങളും മാറ്റി സ്ഥാപിക്കുമ്പോൾ I=12/9=1.3. സർക്യൂട്ടിൽ ഒഴുകുന്ന മൊത്തം വൈദ്യുതധാര 1.3 ആംപിയറാണ്. സീരീസ് AC സർക്യൂട്ടുകളിലെ ഓപ്പൺ സർക്യൂട്ടിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. L1, L2 എന്നീ 2 വിളക്കുകൾ എടുക്കുക. വിളക്കിന്റെ വോൾട്ടേജും യഥാക്രമം 60 വാട്ടും 240 വോൾട്ടും ആയിരിക്കട്ടെ. ഒരു വിളക്ക് ഹോൾഡറും ചെമ്പ് വയറും ഉപയോഗിച്ച് L1, L2 വിളക്കുകൾ ശ്രേണിയിൽ ബന്ധിപ്പിക്കുക. സീരീസിൽ
0 മുതൽ 100 മില്ലി ആംപിയർ വരെയുള്ള മൂവിംഗ് അയോൺ അമ്മീറ്റർ L1 L2 ലാമ്പുകളിലേക്ക് ബന്ധിപ്പിക്കുക. ഒരു സ്വിച്ച് എസ് സീരീസ് സർക്യൂട്ടിലേക്ക് ബന്ധിപ്പിക്കുക. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് പോലെ സർക്യൂട്ടിലേക്ക് 240 വോൾട്ട് 50 ഹെർട്സ് AC സപ്ലൈ ബന്ധിപ്പിക്കുക. എസ് സ്വിച്ചിന് ശേഷം സർക്യൂട്ടിന് സമാന്തരമായി 0 മുതൽ 300 വോൾട്ട് വരെയുള്ള മൂവിംഗ് അയൺ വോൾട്ട്മീറ്റർ ബന്ധിപ്പിക്കുക. എസ് സ്വിച്ച് അടച്ച് L1 L2 വിളക്കുകൾ തിളങ്ങുന്നുവെന്ന് ഉറപ്പാക്കുക. ഡിം മോഡിൽ എസ് സ്വിച്ച് തുറക്കുക. ഇപ്പോൾ ഹോൾഡറിൽ നിന്ന് L1 വിളക്ക് നീക്കം ചെയ്യുക. സ്വിച്ച് എസ് അടച്ച് ടാബുലേഷനിലെ റീഡിംഗുകൾ ശ്രദ്ധിക്കുക. L1ലെ ഓപ്പൺ സർക്യൂട്ട് കാരണം വോൾട്ട് മീറ്റർ മാത്രം 240 വോൾട്ട് റീഡിംഗും അമ്മീറ്റർ 0-ൽ തുടരുന്നതും നിങ്ങൾക്ക് നിരീക്ഷിക്കാനാകും. വിളക്ക് L1 വീണ്ടും സർക്യൂട്ടിലേക്ക് ബന്ധിപ്പിച്ച് വിളക്ക് L2 നീക്കം ചെയ്യുക. സ്വിച്ച് അടയ്ക്കുക. സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ഇല്ലെന്ന് ഉറപ്പാക്കുക. സീരീസ് കണക്ഷനിലെ ഷോർട്ട് സർക്യൂട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഒരേ സർക്യൂട്ടിലേക്ക് യഥാക്രമം R1, R2, R3 എന്നീ റെസിസ്റ്ററുകൾക്ക് കുറുകെയോ സമാന്തരമായോ 0 മുതൽ 10 വോൾട്ട് വരെയുള്ള 3 വോൾട്ട് മീറ്ററുകൾ V1, V2, V3 എന്നിവ ബന്ധിപ്പിക്കുക. സ്വിച്ച് അടച്ച് വോൾട്ട് മീറ്ററുകൾ V1, V2, V3 എന്നിവ 3.9 വോൾട്ടിന് തുല്യമാണ് എന്ന് ഉറപ്പാക്കുക. V1 I into R1 1.3 into 3 3.9 വോൾട്ട്. V2 I into R2 1.3 into 3 3.9 വോൾട്ട്. V3 I into R3 1.3 into 3 3.9 വോൾട്ട്. ഇപ്പോൾ എസ് സ്വിച്ച് തുറക്കുക. ഒരു ചെറിയ വയർ ഉപയോഗിച്ച് റെസിസ്റ്റർ 1-ൽ കുറുകിയൊരു ഷോർട്ട് ആക്കുക. വോൾട്ടേജ് സ്രോതസ്സിൽ നിന്ന് റെസിസ്റ്റർ R2ലേക്ക് കറണ്ട് ബൈപ്പാസ് ചെയ്യുന്നു. എസ് സ്വിച്ച് അടയ്ക്കുക. അമ്മീറ്റർ റീഡിംഗ് ഷോ 2 ആംപ്സ്. വോൾട്ട്മീറ്റർ V1 റീഡ് 0 വോൾട്ട്. വോൾട്ട് മീറ്ററുകൾ V2, V3 എന്നിവ 6 വോൾട്ട് റീഡ് ചെയ്യുന്നത് കാണാം. എങ്ങനെയെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ റെസിസ്റ്റർ R1-ൽ കുറുകെയുള്ള ഒരു ഷോർട്ട് കാണാം. വോൾട്ടേജ് ഉറവിടത്തിൽ നിന്നുള്ള കറണ്ട് R1-ൽ ഒഴുകുകയില്ല. കൂടാതെ കറണ്ട് റെസിസ്റ്ററിന് ചുറ്റുമുള്ള ഏറ്റവും എളുപ്പമുള്ള പാത പിന്തുടരും. അതിനാൽ റെസിസ്റ്റർ R1-ൽ നിന്ന് നിലവിലെ ഒഴുക്ക് നിലനിൽക്കില്ല. അതിലെ വോൾട്ടേജ് ഡ്രോപ്പും 0 സർക്യൂട്ടിൽ R2, R3 എന്നീ 2 റെസിസ്റ്ററുകൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. നിങ്ങൾ I V/R എന്ന ഫോർമുലയിൽ പകരം വയ്ക്കുമ്പോൾ മൊത്തം പ്രതിരോധം 6 ഓംസായി മാറുന്നു. I 12/6 2. നമുക്ക് 2 ആംപിയർ കറണ്ട് ലഭിക്കുന്നു. എസ് സ്വിച്ച് തുറക്കുക. R1-ൽ കുറുകെയുള്ള ഷോർട്ട് ചെയ്ത വയർ നീക്കം ചെയ്യുക. R1, R2 എന്നീ 2 റെസിസ്റ്ററുകളിൽ പുതിയൊരു ഷോർട്ട് ഉണ്ടാക്കുക. എസ് സ്വിച്ച് അടയ്ക്കുക. R1, R2 എന്നീ റെസിസ്റ്ററുകളിലൂടെയല്ല ഷോർട്ട് വയർ വഴി കറണ്ട് പ്രവഹിക്കുന്നതിനാൽ അമ്മീറ്റർ 4 ആംപ്സ് റീഡ് ചെയ്യുന്നതും വോൾട്ട് മീറ്റർ V1, V2 എന്നിവ 0 വോൾട്ടും റീഡ് ചെയ്യുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനാൽ R2-ന്റെ 3 ഓംസിന്റെ പ്രതിരോധ മൂല്യം മാത്രമേ സർക്യൂട്ടിൽ നിലനിൽക്കൂ. അതിനാൽ ഞങ്ങൾ സർക്യൂട്ട് കറണ്ട് കണക്കാക്കുമ്പോൾ ഫോർമുലയിൽ 12 വോൾട്ടുകളുടെയും 3 ഓമുകളുടെയും മൂല്യങ്ങൾ മാറ്റി സ്ഥാപിക്കുന്നതിലൂടെ I V/R 12/3 4 നമുക്ക് കറണ്ട് 4 ആംപിയർ ലഭിക്കുന്നു. ഷോർട്ട് സർക്യൂട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ കറണ്ട് 1.3 ആംപിയർ അളക്കുന്നു. റെസിസ്റ്റർ R1-ൽ കുറുകെ ഒരു ഷോർട്ട് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ കറണ്ട് 2 ആംപിയർ അളക്കുന്നു. R1, R2 എന്നിവയിലുടനീളം ഒരു ഹ്രസ്വ ചിത്രം നിർമ്മിക്കുമ്പോൾ ഞങ്ങൾ കറണ്ട് 4 ആംപിയർ അളക്കുന്നു. ഷോർട്ട് സർക്യൂട്ട് കറണ്ട് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുമെന്ന് ഇത് കാണിക്കുന്നു. മുൻകരുതൽ: 3 റെസിസ്റ്ററുകളിലും R1, R2, R3 ഒരു ഷോർട്ട് നിർമ്മിക്കുന്നത് ഉപകരണത്തിനും മനുഷ്യർക്കും ഉണ്ടാകുന്ന അപകടങ്ങൾ കാരണം വളരെ ശുപാർശ ചെയ്യുന്നില്ല. AC സീരീസ് സർക്യൂട്ടിലെ ഷോർട്ട് സർക്യൂട്ടിന്റെ ഫലത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. L1, L2 എന്നിങ്ങനെ 2 വിളക്കുകൾ എടുക്കുക. ഓരോ വിളക്കിന്റെയും ശക്തിയും പ്രവർത്തന വോൾട്ടേജും യഥാക്രമം 60 വാട്ടും 240 വോൾട്ടും ആയിരിക്കട്ടെ. L1, L2 എന്നിവ പരമ്പരയിൽ പരസ്പരം ബന്ധിപ്പിക്കുക. 50 ഹെർട്സ് AC സപ്ലൈ സ്വിച്ച് എസ് മൂവിംഗ് അയൺ അമ്മീറ്റർ 0 മുതൽ 1 ആംപ്സ് വരെയുള്ള എല്ലാ ശ്രേണിയും സർക്യൂട്ടിലേക്ക് ബന്ധിപ്പിക്കുക. സർക്യൂട്ടിന് സമാന്തരമായി 0 മുതൽ 300 വോൾട്ട് വരെയുള്ള മൂവിംഗ് അയൺ വോൾട്ട്മീറ്റർ ബന്ധിപ്പിക്കുക.
മുഴുവൻ സർക്യൂട്ടും MCB വഴി AC ഇൻപുട്ട് ഉറവിടവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുക. MCB ഓൺ ചെയ്തുകൊണ്ട് സർക്യൂട്ട് ഊർജ്ജസ്വലമാക്കുക. യെസ് സ്വിച്ച് ഓൺ ചെയ്യുക. വിളക്ക് L1, L2 എന്നിവ മങ്ങിയതായി തിളങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം ഇൻപുട്ട് 240 വോൾട്ടേജ് ഓരോ വിളക്കും L1, L2 എന്നിവയ്ക്ക് തുല്യമായി വിഭജിച്ചിരിക്കുന്നു. ടാബുലേഷനിലെ വോൾട്ട്മീറ്റർ അമ്മീറ്റർ റീഡിംഗുകൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ചതുരശ്ര മില്ലിമീറ്റർ വ്യാസമുള്ള 1 അടി നീളമുള്ള കോപ്പർ വയർ എടുത്ത് L1 വിളക്കിന് കുറുകെ വയ്ക്കുക. L1 വിളക്ക് ഓഫായിരിക്കുന്നതും L2 വിളക്ക് കൂടുതൽ പ്രകാശം പരത്തുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം ഷോർട്ട് സർക്യൂട്ട് വൈദ്യുതധാരയെ L1ൽ നിന്ന് തിരിച്ചുവിടുകയും L2വിലെ എല്ലാ വൈദ്യുതധാരകളെയും പ്രവഹിപ്പിക്കുകയും ചെയ്യും. ടാബുലേഷനിലെ വോൾട്ട്മീറ്റർ അമ്മീറ്റർ റീഡിംഗുകൾ ശ്രദ്ധിക്കുക. ഷോർട്ട് വയർ നീക്കം ചെയ്ത് ലാമ്പ് L2വിന് കുറുകെ വയ്ക്കുക. വിളക്ക് L1 കൂടുതൽ തെളിച്ചമുള്ളതും L2 ഓഫ് അവസ്ഥയിലും നിരീക്ഷിക്കുക. ഷോർട്ട് സർക്യൂട്ടിലെ കറണ്ട് വർദ്ധിപ്പിക്കുമെന്ന് ഇത് കാണിക്കുന്നു. L1, L2 എന്നീ വിളക്കുകളിൽ ഷോർട്ട് ആകുന്നതുവരെ ശുപാർശ ചെയ്യുന്നില്ല. ഈ വീഡിയോ കണ്ടതിനു ശേഷം നിങ്ങൾക്ക് സീരീസ് സർക്യൂട്ടുകളിലെ ഓപ്പൺ, ഷോർട്ട് സർക്യൂട്ടുകളിലെ വോൾട്ടേജും കറണ്ടും അളക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സമയത്തിന് നന്ദി. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.